പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അത് ഇറക്കപ്പെട്ടത് പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. അത് അവതീർണമായ മാസമാണ് എന്നതുകൊണ്ടുതന്നെ റമളാൻ നോമ്പ് അല്ലാഹു തആല മനുഷ്യർക്ക് നിർബന്ധമാക്കപ്പെട്ടു. അതുകൊണ്ടുതന്നെയാണ് ഖുർആനും റമളാനും ഇത്രയും വലിയ ബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ മഹത്തുക്കൾ മറ്റുള്ള തിരക്കുകൾ മാറ്റിവെച്ച് പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനും കൂടുതലായി ഉത്സാഹം കാണിച്ചിരുന്നത് നമുക്ക് കാണാം. മാത്രമല്ല, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പരമാവധി ഖത്മുകൾ തീർക്കുകയും ചെയ്തു. അത് സ്വീകരിച്ച് നമ്മളും മാതൃകയാക്കേണ്ടതുണ്ട്. കാരണം നാളെ പരലോകത്തെത്തുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, പരലോകത്തെത്തുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആനും നോമ്പും അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും അക്കാരണത്താൽ ആ ശുപാർശ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. പരിശുദ്ധമായ റമളാൻ മാസം വന്നിട്ടും ഒരു ഖത്മ് പോലും തീർക്കാതെ റമളാനിനെ യാത്രയാക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ മുഈനിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ചെറിയ വിശദീകരണം കൊടുക്കുകയാണ്. വഅഫ്ളലുൽ ഔഖാതി ലിൽ ഖുർആനി മിനൻ നഹാരി ബഅദ സുബ്ഹി, പകൽ സമയത്ത് ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? മഹാനവറുകൾ പറയുകയാണ് ബഅദ സുബ്ഹി, അത് സുബ്ഹിക്ക് ശേഷമാണ്. വമിനൽ ലൈലി ഫി സഹരി ഫബൈനൽ ഇശാഇനി, രാത്രി സമയത്ത് ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? അത് അത്താഴ സമയമാണ്. അതുപോലെ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയമാണ്. എന്നാൽ രാത്രിയിലാണോ പകലിലാണോ ഖുർആൻ ഓതാൻ ഏറ്റവും നല്ലത്? ബഹുമാനപ്പെട്ടവർ പറയുന്നു വഖിറാഅത്തുൽ ലൈലി ഔല, രാത്രി സമയത്താണ് ഏറ്റവും നല്ലത്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതണം. ബഹുമാനപ്പെട്ട അബുൽ ലൈസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാൻ, ഒരു മനുഷ്യൻ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഖുർആൻ ഓതിയിരിക്കൽ, ഖത്മ് തീർത്തിരിക്കൽ നിർബന്ധമാണ്. മഹാനവറുകൾ അത് അനിവാര്യമാണെന്ന് മഹാനവറുകൾ പറഞ്ഞു വെക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം മൻ ഖറഅൽ ഖുർആന ഫീ കുല്ലി സനത്തിൻ മറത്തൈനി, ഒരാൾ പരിശുദ്ധമായ ഖുർആനിനെ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഓതിയെങ്കിൽ മാത്രമേ ഫഖദ് അദ്ദാ ഹഖഹു, ഖുർആനിനോടുള്ള ബാധ്യത തീർത്തു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടെ വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നത് 40 ദിവസം കൂടുമ്പോഴെങ്കിലും, കാരണമില്ലെങ്കിൽ 40 ദിവസം കൂടുമ്പോഴെങ്കിലും ഓരോ ഖത്മുകൾ തീർത്തിരിക്കണം. 40 ദിവസത്തിനേക്കാളും പിന്നെയും പിന്തിപ്പിക്കുക എന്നത് അത് കറാഹത്താണ്. ഖത്മുകൾ തീർക്കാതെ പിന്തിപ്പിക്കുക എന്നത് കറാഹത്താണ് എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ലൈതമി റളിയല്ലാഹു അൻഹു തന്റെ ഫതാവൽ ഹദീസിൽ പറയുന്നത് കാണാം, മുൻഗാമികളായ ആളുകൾ ഭൂരിഭാഗം പണ്ഡിതന്മാരും ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഖത്മുകൾ തീർത്തിരുന്നു. അതുപോലെ ദിവസം 1, അതുപോലെ 2, 3 ഓതിയ മഹാന്മാരുണ്ടായിരുന്നു. അതുപോലെ രാത്രി സമയങ്ങളിൽ 4 ഖത്മും പകൽ സമയത്ത് 4 ഖത്മുകൾ ഓതി ഒരു ദിവസം 8 ഖത്മുകൾ തീർത്ത ബഹുമാനപ്പെട്ട ഇബ്നുൽ കാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാനവറുകൾ ഉദ്ധരിക്കുന്നത് കാണാം. അതുപോലെ താബിഈ പ്രമുഖനായ മൻസൂർ ഇബ്നു സാദാ റളിയല്ലാഹു അൻഹു ളുഹറിന്റെയും അസ്റിന്റെയും ഇടയിൽ 1 ഖത്മ് തീർക്കാറുണ്ടായിരുന്നു. ഇശാ മഗ്രിബിനിടയിൽ 1 ഖത്മ് തീർക്കാറുണ്ടായിരുന്നു. അത് അവരുടെ കറാമത്ത് കൂടെയായി നമുക്ക് മനസ്സിലാക്കണം, അവരുടെ സമയത്തിൽ ലഭിച്ച ബറക്കത്ത് കൂടെയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാർ നിസ്കാരത്തിൽ ഖുർആൻ ഓതി തീർത്ത മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഓരോ ഖത്മും പരിശുദ്ധമായ റമളാൻ മാസത്തിൽ 2 ഖത്മുകൾ തീർത്ത് അങ്ങനെ മാസം പൂർത്തിയാകുമ്പോഴേക്ക് 60 ഖത്മുകൾ തീർത്ത മഹാനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് മഹാനവറുകൾക്ക് തന്റെ വയറിൽ മാത്രം, നെഞ്ചിനും പൊക്കിളിനും ഇടയിൽ മാത്രം മാരകമായ നിരവധി രോഗങ്ങളുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അന്നും ഈ പതിവുകളൊന്നും തെറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ലൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, മുൻഗാമികൾ കാണിച്ചു തന്ന ശൈലി നിരവധി ഖുർആൻ ഓതി ഖുർആനുമായി ഒരു ബന്ധമുണ്ടാക്കി ആഖിറത്തിൽ ശുപാർശക്കൊരു കാരണമാകണം എന്നാണ്. എന്നാൽ
മഹാന്മാരായ മഹത്തുക്കൾ ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും, നല്ല ഈണത്തോടെ നല്ല ശബ്ദത്തോടു കൂടെ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നല്ല ശബ്ദം എന്ന് പറഞ്ഞതിനർത്ഥം അനാവശ്യമായിട്ട് നീട്ടാനുള്ള മദ്ദുകളെ നീട്ടി അനാവശ്യമായിട്ട് നീട്ടുകയും മണിക്കുകയും ചെയ്യുക എന്നതല്ല. അങ്ങനെ ചെയ്യുന്നവരെ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, അത്തരം ശൈലികൾ അത് കടുത്ത തെറ്റാണെന്ന് മാത്രമല്ല, മഹത്തുക്കൾ മുഴുവനും അതിശക്തമായി എതിർക്കുകയും അത്തരം ശൈലികൾ അത് ഹറാമാണെന്ന് പണ്ഡിത ലോകത്തിന്റെ ഇജ്മാ ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാൻ. ഹാദാ മുൻകറുൻ ളാഹിറുൻ വമസ്മൂമുൻ ഫാഹിഷുൻ വഹുവ ഹറാമുൻ ബിഇജ്മാഇൽ ഉലമാഇ. മഹാന്മാരായ ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ചിലരൊക്കെ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആനിന്റെ പേജുകൾ മറിക്കുന്നതിന് വേണ്ടി ഉമിനീര് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതാ ഷെർവാനി രേഖപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ഹറാമാണ് എന്ന് വളരെ ഗൗരവത്തോടെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ അദബും ചിട്ടയും മാനിച്ച് പരമാവധി ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഖുർആൻ ഓതുന്ന സമയത്ത് മഹാന്മാരായ മഹത്തുക്കളൊക്കെ എത്രയാണ് കരഞ്ഞത്. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറയാൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ബിസ്മിയോദി. ആ ബിസ്മിയോദിയപ്പോഴേക്ക് ഹബീബായ തങ്ങൾ കരഞ്ഞുപോയി. പിന്നെയും ഓതുന്നു, പിന്നെയും കരയുന്നു. നിരന്തരമായി ബിസ്മിയോദിയ മഹാനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബഹുമാനപ്പെട്ട അബൂ ഹസ്ൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്നത് കേട്ട് പരിസരം മറക്കുകയും അവസാനം അടുത്തുള്ള അടുപ്പിൽ തന്റെ കൈയിട്ട് പോയി. മഹാനവറുകൾ അത്രയും വലിയ അത്രത്തോളം കൂടുതൽ ഖുർആനിൽ ലയിച്ചുപോയി. സംഭവം റൗദുർ റയ്യാഹിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ഖുർആൻ കേട്ടപ്പോ, ഇദശംസു കുവ്വിറത്ത് സൂറത്ത് കേട്ടപ്പോ ബോധരഹിതനായി വീണ മഹാനാണ്. ബഹുമാനപ്പെട്ട സുറാറത്ത് ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് അതാ കരയുകയാണ്. സൂറത്തുൽ മുദ്ദസിർ ഓതി കരയുകയും അവസാനം ബോധം കെട്ടു വീണ മഹാനാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു സൂറത്തു സുമർ ഓതിയിട്ട് വാവിട്ട് കരഞ്ഞ മഹാനാണ്. ബഹുമാനപ്പെട്ട സയ്യിദ്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് നിസ്കരിക്കുന്നു, സൂറത്തുൽ ഗാഫിർ പാരായണം ചെയ്യുന്നു, അവസാനം കരയുന്നു. സുബഹി വരെ നീണ്ടുവന്നാൻ തംബീഹുൽ ഗാഫിരീൻ കാണാൻ കഴിയുന്നത്. അങ്ങനെ നിരവധി മഹാന്മാർ. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഫുളൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി അവസാനം മരണത്തെ സ്വീകരിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വൈലുലിൽ മുത്തഫിഫീൻ സൂറത്ത് ഓതുമ്പോൾ കരഞ്ഞു വീണുപോയ മഹാനാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നിരവധി ഒരുപാട് മഹാന്മാരുടെ സംഭവങ്ങൾ കാണാൻ കഴിയും. ഗ്രന്ഥങ്ങൾ വിശാലമായി എഴുതി വെച്ചതാണ്. അതുകൊണ്ട് പരമാവധി ഖുർആൻ ഓതുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒരുപാട് ഖത്മുകൾ തീർക്കുകയും അർത്ഥം ചിന്തിച്ചോതാൻ വേണ്ടി ശ്രമിക്കുകയും അതുപോലെ അത് ഓതുന്ന സമയത്ത് ഖുർആൻ ഓതുന്ന സമയത്ത് കരയാൻ വേണ്ടി ശ്രമിക്കുകയും, കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ തബാക്കൂ, നിങ്ങൾ ഉണ്ടാക്കി കരയൂ, കരച്ചിലിന്റെ രൂപത്തിൽ നിങ്ങൾ അഭിനയിക്കൂ, അത് അവസാനം കരച്ചിലിൽ കലാശിച്ചുകൊള്ളുമെന്ന് മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ചതാണ്. പരമാവധി സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. www.hubburrasool.net